എന്നോട് ഒരാൾ മുഖത്ത് നോക്കി ചോദിച്ചിട്ടുണ്ട്, താങ്കളൊരു നിലപാടില്ലാത്ത ആളാണ്. അധികാരം കൊടുത്തെന്ന് പറയുന്നത് ഒരു മനുഷ്യനെയും തൃപ്തിപ്പെടുത്തിയ ചരിത്രം ഈ ലോകത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഈ ഇലക്ഷനിൽ ആരെങ്കിലും പ്രത്യേകിച്ച് ഇന്ന പാർട്ടി ജയിക്കണമെന്ന് സ്വാമിക്കൊരു ആഗ്രഹമാണ്? മുഖ്യമന്ത്രി ഈ പറയുന്ന പോലെ എന്താ പറയുക, ഞാൻ തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ താങ്കളുടെ അഭിപ്രായത്തിൽ ആരായിരിക്കും മുഖ്യമന്ത്രിയായിട്ട് വരും? ആരെങ്കിലുമൊക്കെ കാശുകാർ മരിച്ചു കിടക്കുന്ന സ്ഥലം, കാശുകാർ കാറിപ്പോകുന്ന സ്ഥലം എന്നൊക്കെ പറയാനോ, കാശ് ഇറക്കുന്ന സ്ഥലം എന്ന് പറയാൻ പറ്റത്തില്ല. ഈ ലീഗിന്റെ ഒരു വർഗീയ രാഷ്ട്രീയത്തെക്കുറിച്ച് അങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. അങ്ങയുടെ അനുഭവത്തിൽ എപ്പോഴെങ്കിലും അവരിലൊരു കടുത്ത വർഗീയത അല്ലെങ്കിൽ അത്തരം ഒരു നിലപാട് അനുഭവപ്പെട്ടിട്ടുണ്ടോ? എന്തായാലും സന്തോഷം. ഇന്ത്യ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ഫോൺ കോൾ കൊണ്ട് ഈ യുദ്ധം നിർത്താൻ സാധിക്കും. പക്ഷേ ഇന്ത്യ വിചാരിക്കണം. ശരിക്കും ഞങ്ങൾ തമ്മിൽ ഒരുമിച്ചിരുന്നാൽ ആദ്യമേ മനസ്സിൽ വരുന്നത് നിഷ്കളങ്കമായ ചിരിയാണ്. ഒരുപക്ഷെ ഒരു ഹൃദയബന്ധത്തിൻ്റെ അല്ലെങ്കിൽ താല്പര്യങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിഷയങ്ങളുടെയൊക്കെ ഒരു സമാന സ്വഭാവമാകാം അത്തരം ഒരു കംഫർട്ട് സോൺ ഞങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നത്. ബഹുമാന്യനായ ഗുരുരത്നം ജ്ഞാനതപസ്വി അദ്ദേഹം ഇന്ന് വർത്തമാനം പറയാനിരിക്കുമ്പോൾ ലോകവും രാജ്യവും സംസ്ഥാനവും നാടും ഒക്കെ കലുഷിതമാണ്. അതുകൂടാതെ അദ്ദേഹമാകട്ടെ ഏതാണ്ടൊരു 1/4 നൂറ്റാണ്ടിൻ്റെ സന്യാസ ജീവിതത്തിൻ്റെ, താപസ ജീവിതത്തിൻ്റെ ഈ ഒരു മഹത്തായ ആ കാലത്തെ പിന്നിട്ട് മുന്നോട്ട് സഞ്ചരിക്കുകയാണ്. ധാർമ്മികതയുടെയും ചില നേരുകളുടെയും ഒക്കെ ശബ്ദമാകാൻ ഇന്ന് ആരുണ്ടെന്ന് അന്വേഷിക്കുമ്പോൾ അധികം മുഖങ്ങളൊന്നുമില്ല. നിഷ്പക്ഷത എന്ന് പറയുന്നതൊരു നൂൽപ്പാലം പോലെ, നൂൽപ്പാലത്തിനിടയിലുള്ള യാത്ര പോലെ ഇന്ന് വളരെ 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 സങ്കീർണമായതാണ്. എല്ലാവരും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരുപാട് ബിംബങ്ങൾ ഉടഞ്ഞു വീണുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഈ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച. നമസ്കാരം. പിന്നെ ഈ വർത്തമാന കാലഘട്ടത്തിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് ഞാൻ വിചാരിക്കുക. സ്വാമി, ഈ അധികാരം അല്ലെങ്കിൽ ഇത്തരം സംഗതികൾ എന്തുകൊണ്ടായിരിക്കും ആളുകൾക്ക് അതിലൊരു ഒരു 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 സമ്പൂർണ്ണ തൃപ്തി? സാധാരണ നമ്മൾ ചിലതിൽ ഭക്ഷണം കഴിക്കുമ്പോൾ വയറ് നിറയുമ്പോൾ തൃപ്തിയാവും. പിന്നെ ചില കാര്യങ്ങൾ നമുക്കൊരു പ്രായം കഴിയുമ്പോൾ നമ്മുടെ ചില ലൈഫ് സ്റ്റൈൽസ്, ഇപ്പം ഓടുന്നത്, ചാടുന്നത്, തെങ്ങേ കയറുന്നത്, മരത്തെ കയറുന്നത്, ഇതൊക്കെ മാറി മാറി വരും. എന്നാൽ ഈ അധികാരത്തോടുള്ള ഒരു സംഗതി എന്തായിരിക്കും ഈ കുറയാത്തത്, തീരാത്തത്? അത് ലോകം അവസാനിക്കുന്നിടത്തോളം കാലം അധികാരത്തോടുള്ള ആസക്തി ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. കാരണം നമുക്കറിയാം, അധികാരം എന്ന് പറയുന്നത് ഒരു ലഹരിയാണ് പലപ്പോഴും. ഇന്ന് നമ്മൾ വർത്തമാനകാല ജീവിതത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും അധികാരത്തിൻ്റെ പേരിലുള്ളതാണ്. ഇപ്പം നടക്കുന്ന ഈ ഇലക്ഷൻ ആയാലും അതുമായിട്ട് ബന്ധപ്പെട്ട ഈ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ചിടത്തോളമുള്ള വടംവലികളാണെങ്കിലും ഒരു പൊസിഷനിലിരിക്കുന്ന ആളുകൾ പുതിയ പുതിയ സ്ഥാനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള മത്സരങ്ങൾ, അവിടെയൊക്കെ എന്ന് പറയുന്നത് പല സാധ്യതകളും പരിമിതപ്പെട്ടു പോവുകയാണ് പലപ്പോഴും. അപ്പം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം താങ്കൾ പറഞ്ഞതുപോലെ ആഹാരം കൊടുത്ത് ആളുകളെ തൃപ്തിപ്പെടുത്താം, അധികാരം കൊടുത്തെന്ന് പറയുന്നത് ഒരു മനുഷ്യനെയും തൃപ്തിപ്പെടുത്തിയ ചരിത്രം ഈ ലോകത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അതാണ് നമ്മുടെ നാട് എക്കാലവും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ നമ്മൾ സാധാരണ ചിലതിലൊക്കെ ഉയരത്തിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ MP ആയിട്ടുള്ള ആള് MLA ആയിട്ട് വരാൻ ആഗ്രഹിക്കുന്നത്, താഴേക്ക് ഇറങ്ങുന്നത് ഒരു വിനയാന്വിത ഭാവമല്ലേ? അല്ല, ഈ വലുതാകുന്നത് ചെറുതാകുന്നത് കൊണ്ടാണെന്ന് പറയും എപ്പോഴും. പക്ഷെ എല്ലാവരും എന്ന് പറയുന്നത് ചെറുതായിട്ട് വലുതാകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് പലപ്പോഴും. ഇപ്പം ഈ സംഭവത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ സംസ്ഥാനത്ത് സ്വാഭാവികമായി UDF മേൽക്കൈ വന്നിട്ടുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എപ്പോഴും MP സ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ നോക്കുന്നപ്പോൾ പ്രോട്ടോകോളിൽ ഒരു നോട്ടീസിൽ പേര് വെക്കുന്ന സമയം നമ്മളൊക്കെ അങ്ങനെയാണല്ലോ എപ്പോഴും ഇവരുടെ കൂടെയൊക്കെ സഞ്ചരിക്കുന്നത്. അപ്പോൾ നോട്ടീസിൽ പേര് വെക്കുകയാണെന്നുണ്ടെങ്കിൽ MP കഴിഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ MLA വരുന്നത്. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകമായ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിക്കപ്പെട്ടു. വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാത്ത കാര്യം. പക്ഷെ അങ്ങനെ വന്ന സമയത്ത് പൊതുവെ ചില നേരത്തെ തന്നെ ചില കൊടുക്കൽ വാങ്ങലുകൾ, അല്ലെന്നുണ്ടെങ്കിൽ ചില എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ധാരണകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഉണ്ടാകുന്ന വലിയ എന്താ പറയുക വിവാദങ്ങളെന്നും പറയാം, വലിയ ഒച്ചപ്പാടുകളെന്നും പറയാം, ഇപ്പോഴുണ്ടാകുന്ന ബഹളങ്ങളെന്നും പറയാം. അപ്പോൾ അതും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് അധികാരത്തിന് വേണ്ടിയാണ് ഈ
കാര്യങ്ങളെല്ലാം ആളുകൾ അതിൻ്റെ പിറകെ. അത് സ്വാമിജി പറയുമ്പോൾ അത് നഷ്ടപ്പെട്ട ഒരു സാത്വികനായ മനുഷ്യനെ സ്വാമിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ അധികാരം നഷ്ടപ്പെട്ട് ആവർത്തിച്ച് കോടതിയിൽ ചെന്നിട്ടും പറയുന്നത് വേണ്ട ഇപ്പം നിൽക്കുന്നിടത്ത് നിന്നാൽ മതി എന്നുള്ളത്. സാക്ഷാൽ നമ്മുടെ പത്മഭൂഷൺ വെള്ളാപ്പള്ളി പുള്ളിയെ ഈ SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കി. അത് നീക്കിയത് മലപ്പുറത്തെ ഇടപെടലോ അല്ലെങ്കിൽ വേറെ ലീഗിൻ്റെ ഇടപെടലോ ജമാഅത്ത് ഇസ്ലാമി ഇടപെടലോ ഒന്നുമല്ല, കോടതിയാണ് നീക്കിയത്. എന്നിട്ട് പുള്ളിക്ക് അതിലേക്ക് കയറാൻ വീണ്ടും പുള്ളി പല സ്ഥലത്തും അപ്പീലും സ്റ്റേയുമായിട്ട് പോയിട്ടും സാധിക്കുന്നുമില്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വ്യക്തിപരമായി വലിയ അടുപ്പമുള്ള ആളാണ്, വളരെ സൗഹൃദമുള്ള ആളാണ്. നിലപാടുകളിൽ പലപ്പോഴും എന്ന് പറയുന്നത് യോജിപ്പുകളും ഉള്ള ഒരാളാണ്. അപ്പം അദ്ദേഹം നമ്മളൊക്കെ SNDP യോഗം എന്ന് പറയുന്ന പ്രസ്ഥാനത്തെക്കുറിച്ച് ആദ്യകാലത്ത് കേട്ടിരിക്കുന്നത് ഒരുപക്ഷെ ഈ പറയുന്ന ഇപ്പോഴുള്ള രാഷ്ട്രീയ അടിയേക്കാളും വലിയ അടികൾ നടന്നിരുന്ന സ്ഥലമാണ്. വലിയ അധികാരത്തിൻ്റെ തർക്കങ്ങളും രൂക്ഷമായിട്ടുള്ള ഇതൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തുമൊക്കെ നടന്നിട്ടുള്ളതാണ്. ആ തെരഞ്ഞെടുപ്പുകളിൽ പലപ്പോഴും പല ആളുകളും വിജയിക്കുന്നു. അവർ SNDP യോഗത്തിൻ്റെ ചുമതലയിൽ വരുന്നു, അവർ അതിനനുസരിച്ച് ഇത് ചെയ്യുന്നു. കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് അവർ ഇത് ചെയ്യുന്നു, മാറി മാറി വരുന്നു. പക്ഷെ അദ്ദേഹം വന്നതിന് ശേഷം പിന്നെ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. അതുകൊണ്ട് വഴക്കില്ല അല്ലേ? അതുകൊണ്ട് വഴക്കില്ല. പക്ഷെ എപ്പോഴും എന്ന് പറയുന്നത് അതിന് അങ്ങനെ ഒരു മാനം ഉണ്ടെന്നുള്ളത് ഞാൻ യഥാർത്ഥത്തിൽ സ്വാമിജി പറഞ്ഞു വന്നപ്പോൾ ഞാൻ വിചാരിച്ച് അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം തീർന്നെന്നാ പറയുന്നത്. ഇലക്ഷൻ തന്നെ നടന്നിട്ടില്ലെന്നാ പറയുന്നത്. അപ്പൊ ഇലക്ഷൻ തന്നെ നടക്കാത്ത സാഹചര്യമുണ്ട്. എന്നാലും അദ്ദേഹം വേണമെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു ഏകാധിപതിയെ പോലെ മുന്നോട്ട് കൊണ്ടുപോയ ഒരാളാണെന്ന് പറഞ്ഞാൽ ഈ പ്രസ്ഥാനത്തിനൊരു എന്താ പറയുക, ഒരു മേൽക്കൈ സൃഷ്ടിച്ചൊരു കാലം അത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ പ്രവർത്തനത്തിലൂടെയാണെന്ന് പറയാൻ സാധിക്കും. കാരണം ഒരു SNDP നേതാവിൻ്റെയും വാക്കുകൾ ഇത്ര ശ്രദ്ധയോടെ എന്ന് പറയുന്നത് നല്ല കാര്യമായാലും വിവാദമായാലും ഇത്ര ശ്രദ്ധയോടെ നിർനിമേഷരായി നോക്കി നിന്നൊരു കാലഘട്ടമില്ല. പലപ്പോഴും ഇലക്ഷൻ വരുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനകളൊക്കെ പലപ്പോഴും. ഇലക്ഷന് മുമ്പ് അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ, ആ പ്രസ്താവനയുടെ ഫലങ്ങൾ ഇലക്ഷന് ശേഷം, അത് ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാകാം, സംഭവിക്കാതിരിക്കാം. കൂടുതൽ ചിലപ്പോൾ സംഭവിക്കാതിരുന്നതെന്ന് അദ്ദേഹത്തിന്റെ വിമർശകർ പറയുന്നുണ്ടാകാം. പക്ഷെ അദ്ദേഹത്തിന് ഒരുപക്ഷെ ഈ പറയുന്ന ഒരു ജാതി രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ അങ്ങനെയുള്ള നിലപാടുകളെ ഏറെക്കാലം എന്ന് പറയുന്ന നമ്മളെയൊക്കെ മുൾമുനയിൽ നിർത്താനായിട്ട് സാധിച്ചു. പ്രത്യേകിച്ചും കേരളത്തിൻ്റെ സാമുദായിക അന്തരീക്ഷത്തെ അല്ലെങ്കിൽ മതപരമായ അന്തരീക്ഷത്തെ മുൾമുനയിൽ നിർത്താൻ കഴിഞ്ഞൊരു നേതാവ് അദ്ദേഹത്തിന് മുമ്പോ അദ്ദേഹത്തിന് ശേഷം നമുക്ക് ഉണ്ടാവുമെന്നറിയില്ല. പക്ഷെ അതൊരു അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയായിട്ട് തന്നെ ഞാൻ കാണുന്നു. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഈ അദ്ദേഹം മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞതും മുസ്ലിം ലീഗിനെ കുറിച്ചുമൊക്കെ പറഞ്ഞ അഭിപ്രായങ്ങൾ സ്വാമിക്കുണ്ടോ? അങ്ങനെ അനുഭവങ്ങൾ എന്തെങ്കിലും? അതല്ലേ ഞാൻ പറഞ്ഞേക്കാം. ഒരു സംസ്ഥാനത്തെ മുഴുവൻ മുൾമുനെ നിർത്തുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ. അതായത് ഒരു മതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അതൊരു പ്രദേശത്തെക്കുറിച്ചോ അവിടുത്തെ ആളുകളെക്കുറിച്ചോ എപ്പോഴും എന്ന് പറഞ്ഞാൽ ഉദ്വേഗം സൃഷ്ടിക്കുന്ന പ്രസ്താവനകൾ നടത്തുക, അതിന് ഈ ഭരണകൂടം മുഖ്യമന്ത്രിയൊക്കെ സരസ്വതി കടാക്ഷമായിട്ട് വിശേഷിപ്പിക്കുന്ന പോലെ അങ്ങേക്കിതൊരു അദ്ദേഹത്തിന്റെ സരസ്വതി കടാക്ഷമായിട്ട് തോന്നിയിട്ടുണ്ട്? സരസ്വതി കടാക്ഷമായിട്ടൊന്നും തോന്നുന്നില്ല. അദ്ദേഹത്തിന്റെ അജണ്ടയായിട്ട് മാത്രമേ തോന്നുള്ളൂ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏത് രാഷ്ട്രീയമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നതെന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും റിസർച്ച് ചെയ്യുന്നൊരു കാര്യമാണ്. ഞാൻ പലപ്പോഴും എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് വളരെ എത്ര തരത്തിൽ ആഴത്തിൽ നമുക്ക് പോയാലും അവിടെ ചെല്ലുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം വെള്ളത്തിലാണ് അദ്ദേഹം എന്നുണ്ടെങ്കിൽ നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അദ്ദേഹം കരയ്ക്ക് നിൽക്കുന്നതായിട്ട് കാണാം. കരയിലേക്ക് അന്വേഷിച്ച് ചെല്ലുന്ന സമയത്ത് അദ്ദേഹം വെള്ളത്തിൽ നിൽക്കുന്നതായിട്ട് കാണാം. അപ്പൊ അദ്ദേഹത്തിന്റെ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകൾ ചോദ്യം ചെയ്യപ്പെടുന്നൊരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടെന്ന് പറഞ്ഞാൽ നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയം എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അദ്ദേഹത്തെ നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല. അത്രയും വലിയൊരു പ്രസ്ഥാനത്തെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ഇടയിലുള്ള മുന്നണികളെ
അദ്ദേഹത്തിന്റെ നിലപാടിനനുസരിച്ച് കൊണ്ടുപോകും. ഇവർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പറയാൻ സാധിക്കും. ഈ അദ്ദേഹം കൊണ്ട് നടക്കുന്ന അനുയായികൾക്കല്ല, അദ്ദേഹം മുന്നണികൾക്ക്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞു രാഷ്ട്രീയ മുന്നണികൾക്ക് അദ്ദേഹത്തെ. പക്ഷെ ഇപ്പൊ എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് ഈ അദ്ദേഹം പറയുന്നത് ഈ റിവേഴ്സ് എഫക്ട് സംഭവിക്കുന്നതുകൊണ്ട് മിണ്ടണ്ടെന്ന് പറഞ്ഞേക്കുവാന്ന് തോന്നുന്നു. അതെ, പൊതുവെ അതായത് ഇപ്പം മുഖ്യമന്ത്രിയുടെ നിലപാട് ഈ ഇടയാണ് മാറി തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. അതിനു മുമ്പുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പിലൊക്കെ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ നിലപാട്, അദ്ദേഹം മുഖ്യമന്ത്രിയായി വരുന്ന ആദ്യത്തെ പിണറായി മന്ത്രിസഭ, അതിന് തൊട്ടു മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് വളരെ വ്യത്യസ്തമായിരുന്നു, വളരെ ഷാർപ്പായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം കുറച്ച് സമരസപ്പെടാൻ തുടങ്ങി. അതാണ് ഈയിടെ ഉണ്ടായ പല പല വിവാദങ്ങൾ. അതിനിടെ ഒരു നവോത്ഥാന മുന്നണിയൊക്കെ, നവോത്ഥാന സമിതി സാമ്യമുണ്ടോ? ഞാൻ ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് ഈ പറയുന്ന പോലെ ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു അതിപ്രസരം, അല്ലെങ്കിൽ നവോത്ഥാന മുന്നണി എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ വന്നിരിക്കുന്ന ആ മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കുക. ഇപ്പം ശ്രീനാരായണ ഗുരുവിൻ്റെയോ അയ്യങ്കാളിയുടെയോ ചട്ടമ്പി സ്വാമികളുടെയോ അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഉണ്ടാക്കിയ ഒരു സാമൂഹിക ആത്മീയ നവോത്ഥാനമുണ്ട്. ആ നവോത്ഥാനത്തിൻ്റെ പാതയിലാണ് ഒരു നവോത്ഥാന പ്രക്രിയ നടക്കേണ്ടത്. അത് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ ഒരു എന്താ പറയുക, ഒരു സന്തുലിതത്വമാണ് നവോത്ഥാനം എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ. അപ്പം നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു സന്തുലിതത്വത്തിൻ്റെ മാതൃക എത്രത്തോളം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾക്കോ ഇങ്ങനെയുള്ള മൂവ്മെൻറ്റുകൾക്കോ അതിനോട് ചേർന്ന് നിൽക്കുവാൻ കഴിയുന്നു എന്ന് പറയുന്നത് വലിയ സംശയമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ഇടപെടലുകളോട് എന്താ പറയുക, മാറി നിൽക്കുവാൻ നമ്മളെപ്പോലെയുള്ള ആളുകളെ പ്രേരിപ്പിക്കുന്ന ഒരു രീതിയാണ് പ്രധാനമായിട്ടും കണ്ടുവരുന്നത്. സ്വാമിജി മാറി നിന്നത് ഗുണകരമായി. കാരണം ഇല്ലെങ്കിൽ ഈ അന്ന് കെട്ടിയ നവോത്ഥാന മുതലിലെ ഒരു പ്രധാനപ്പെട്ട മേശരിയായിരുന്നു ബാബു മേശരി. കുറച്ച് കഴിഞ്ഞപ്പോൾ ബാബു മേശരി പോയി. പിന്നെ ആ നവോത്ഥാന മുതലിൻ്റെ ഒരു ചെയർമാനായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ സാറ്. പുള്ളി നടന്ന് പറഞ്ഞത് മൊത്തം ഈ മതിലെല്ലാം പൊളിക്കുന്ന വർത്താനമാണ്. ഈ നവോത്ഥാന മുതൽ കെട്ടിയത് ഈ ശബരിമലയിലെ യുവതീ പ്രവേശനമായിട്ട് ബന്ധപ്പെട്ട. ഇപ്പം അതിൽ തന്നെ സർക്കാർ മാറിയതോടുകൂടി ഈ മതിൽ തന്നെ ഇടിഞ്ഞ് താഴെ വീഴുന്ന. ഈ നവോത്ഥാനം എന്ന് പറയുന്നത് നിലപാടുകളിലുള്ള നവോത്ഥാനമല്ലല്ലോ വേണ്ടത്. നിലപാടുകളിലുള്ള മാറ്റമല്ലല്ലോ വേണ്ടത്. അപ്പം യഥാർത്ഥ ഈ രാഷ്ട്രീയമായ സാഹചര്യങ്ങളും ധ്രുവീകരണങ്ങളും ഒക്കെ വരുന്ന സമയത്ത് കാലാകാലങ്ങളായിട്ടെന്ന് പറയുന്നത് മാറി 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 ഇങ്ങനെ നിന്നു പോകുവാൻ കഴിയുന്ന ഒരു നവോത്ഥാന പ്രക്രിയയല്ല നമുക്ക് വേണ്ടത്. നമ്മളെല്ലാവരും ഇപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണെങ്കിലും UDF ആണെങ്കിലും എല്ലാവരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ നവോത്ഥാനം. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. കേരളത്തിൻ്റെ പ്രാചീനകാലം മുതലുള്ള നവോത്ഥാന പ്രക്രിയ, ആ പ്രക്രിയയുടെ കണ്ടിന്യൂറ്റിയാണ് നമ്മളിലേക്ക് വരേണ്ടത്. പക്ഷേ അത് ഇവിടെ എത്തി നിൽക്കുമ്പോൾ ആ നവോത്ഥാനത്തെ മറ്റൊരു നവോത്ഥാനത്തിലൂടെ വഴിതിരിച്ചു വിടാൻ അല്ലെങ്കിൽ ഗതി തിരിച്ചു കൊണ്ടുപോകുവാനുള്ള ശ്രമങ്ങളെന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന് ഇനി മുന്നോട്ടുള്ള യാത്രയ്ക്കെന്ന് പറയുന്നത് ഒരിക്കലും ഉപകരിക്കുകയില്ല. ഈ ശിവഗിരി ആശ്രമത്തിലെ ശുഭകാനന്ദ സ്വാമി അദ്ദേഹം പിന്നെ ഈ വെള്ളാപ്പള്ളി നടേശൻ സാറിനെ നീക്കം ചെയ്തതിനെ സ്വാഗതം ചെയ്തായിരുന്നു ആദ്യം. അതായത് സ്വാമി അല്ല, നമ്മുടെ സച്ചിദാനന്ദ സ്വാമി സ്വാഗതം ചെയ്തിരുന്നു. സച്ചിദാനന്ദ സ്വാമി തന്നെ ആണെന്ന് തോന്നുന്നു പിന്നീട് 2 പേരെ സ്ഥാനാർത്ഥിയാക്കാൻ പിന്നെ സുധാകരനെയും അതുപോലെ അടൂർ പ്രകാശിനെയും സ്ഥാനാർത്ഥിയാക്കണമെന്നാവശ്യപ്പെട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റോ ഒരു കത്തോ മറ്റോ എഴുതി കൊടുക്കുകയൊക്കെ ചെയ്തത്. അങ്ങനെ പിന്നെ സ്വാമിക്ക് സ്ഥാനാർത്ഥി വല്ലതും ഉണ്ടോ ഈ ഇലക്ഷനിൽ? അല്ലെങ്കിൽ ഈ ആശ്രമങ്ങളോ അല്ലെങ്കിൽ ഇത്തരം സംഗതികളോ ഈ രാഷ്ട്രീയത്തിലോ ഇത്തരം കാര്യങ്ങളിലോ അഭിപ്രായം പറയുകയോ ഇടപെടുകയോ ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അങ്ങനെ സ്വാമി പറയാം. ഈ നമ്മൾ ഇപ്പോൾ സ്വാമി എടുത്ത നിലപാട് അത് ഒരു ശിവഗിരി പോലെയുള്ള അത്രയും വലിയൊരു പ്രസ്ഥാനം, എല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി കാണുന്ന ഒരു പ്രസ്ഥാനമാണ്. കേരളത്തിൻ്റെ സാമൂഹിക ആത്മീയ ചരിത്രത്തിലെ ഏറ്റവും സുവർണ കാലഘട്ടമെന്ന് വിശേഷിപ്പിക്കാവുന്ന ശ്രീനാരായണ ഗുരുവിന് ശേഷം ഉണ്ടായ ഒരു മൂവ്മെൻ്റ് ആണല്ലോ അത്. അതിൻ്റെ ഒരു നമുക്ക് എന്താ പറയുക, കാണാൻ കഴിയുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ, ഒരു വ്യവസ്ഥാപിതമായൊരു സംഗതി. അതിൻ്റെ ചുമതലയിലിരിക്കുന്ന ആളുകൾ ഒരിക്കലും രാഷ്ട്രീയം പറയാൻ പാടില്ല.
സ്ഥാനാർത്ഥികളെ നിർത്തുക, ജാതിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജാതിയിലെ ആളുകളെ സ്ഥാനാർത്ഥികളാക്കണമെന്ന് പറയുമ്പോൾ അത് രണ്ടും തമ്മിലുള്ള വിരോധാഭാസം. ശ്രീനാരായണ ഗുരുദേവന് ജാതിയില്ല, പക്ഷേ നമ്മുടെ ജാതിക്കാരായിട്ടുള്ള ആളുകൾക്ക് പ്രാതിനിധ്യമില്ല. ശ്രീനാരായണ ഗുരുദേവൻ വന്നത് ഈഴവ സമുദായത്തിന് വേണ്ടിയാണെന്ന് ഒരിക്കലും വിശ്വസിക്കാത്ത ഒരാളാണ് ഞാൻ. ശ്രീനാരായണ ഗുരുദേവൻ വന്നത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് വേണ്ടിയിട്ടാണ്. ജാതിരഹിത സമൂഹമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ജാതിരഹിത സമൂഹം. അദ്ദേഹം ആലുവയിൽ 1924 സർവമത സമ്മേളനം വിളിച്ചുകൂട്ടി. എല്ലാ മതത്തിലുള്ള ആളുകൾക്കും ഒരുപോലെ വരാനും വാദിക്കാനും ജയിക്കാനുമല്ല, പരസ്പരം എന്ന് പറയുന്ന സമവായത്തിൻ്റെ ഭാഷയാണ് നമുക്ക് വേണ്ടതെന്ന് ലോകത്തെ ഉദ്ബോധിപ്പിച്ച ആളാണ്. അപ്പോൾ ഗുരുവിനെ ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിൻ്റെ കീഴിലാക്കുന്നു, അല്ലെങ്കിൽ ആ സമുദായത്തിൻ്റെ അവകാശത്തിന് വേണ്ടിയിട്ട് ഗുരുവിൻ്റെ ചിത്രങ്ങളെ എന്ന് പറയുന്നത് ഉപയോഗപ്പെടുത്തുന്നു, അതൊന്നും ഒരിക്കലും നമുക്ക് ന്യായീകരിക്കുവാൻ സാധിക്കുന്ന കാര്യമല്ല. പക്ഷെ ഒരു എന്താ പറയുക, അതിനകത്തൊരു സന്തോഷകരമായ ഒരു കാര്യം ഉണ്ടായിരുന്നു. ആശ്രമത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശുഭാംഗാനന്ദ സ്വാമി, അദ്ദേഹം ആശ്രമത്തിൻ്റെ നിലപാട് വ്യക്തമാക്കി. നമുക്കെല്ലാവർക്കും ഇപ്പോൾ ശാന്തിഗിരി ആശ്രമത്തിൻ്റെ പ്രതിനിധിയായിരിക്കുന്ന ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന എന്നെ സംബന്ധിച്ച് എനിക്ക് വ്യക്തിപരമായ നിലപാടുകളുണ്ടാകാം, എനിക്ക് വ്യക്തിപരമായ കാഴ്ചപ്പാടുകളുണ്ടാകാം. അതൊരു ആശ്രമത്തിൻ്റെ പൊതുകാഴ്ചപ്പാടാണെന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ ആശ്രമത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ചുമതലയിരിക്കുന്ന ആൾ, ഇപ്പോൾ KPCC പ്രസിഡൻറ്റ്, അല്ലെങ്കിൽ CPIMൻ്റെ ജനറൽ സെക്രട്ടറി, അല്ലെങ്കിൽ NDAയുടെ കൺവീനർ, ഇവർ പറയുന്ന ഏത് കാര്യമെന്ന് പറയുന്നത് അവരുടെ നിലപാടായിട്ട് എടുക്കും. ഇപ്പോൾ നമ്മുടെ പ്രസിഡന്റ് സ്വാമി നടത്തിയ പ്രസ്താവന ഞാൻ ചാനലിലൊക്കെ വായിക്കുകയുണ്ടായി. അടൂർ പ്രകാശിന് വേണ്ടി ശിവഗിരി മഠം, ഇങ്ങനെയാണ് കാണിക്കുന്നത്. K. സുധാകരന് വേണ്ടി ശിവഗിരി മഠം. അതിൻ്റെ പിറ്റേ ദിവസത്തെ പ്രസ്താവന എന്ന് പറയുന്നത് ശിവഗിരി മഠത്തിൻ്റെ അതുപോലെയുള്ളൊരു ഏതെങ്കിലും ഒരു നിലപാട് നിർണയിക്കേണ്ടത്, അല്ലെങ്കിൽ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടത് അവിടുത്തെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിൽ 10 പേരാണെന്നൊക്കെ എനിക്ക് തോന്നുന്നു, തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ. അവർ കൂടിയിരുന്നിട്ടാണ് ആശ്രമത്തിൻ്റെ പൊതുനയം തീരുമാനിക്കേണ്ടത്. പക്ഷെ അങ്ങനെ ഒരു തലങ്ങളിലും അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ, അതിനെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്താൻ ഞാൻ തയ്യാറില്ല. അദ്ദേഹത്തെ ഞാൻ വളരെ ബഹുമാനിക്കുന്ന ആളാണ്. ഞങ്ങൾ വളരെ വലിയ സൗഹൃദമുള്ള ആളുകളാണ്. എപ്പോഴും പൊതുപരിപാടികളിലും ആത്മീയ സമ്മേളനങ്ങളിലുമൊക്കെ ആത്മീയ കേന്ദ്രങ്ങളിലുമൊക്കെ നമ്മൾ ഒരുമിച്ചിരിക്കുന്ന ആളുകളാണ് ഞാനും സച്ചിദാനന്ദ സ്വാമി. പക്ഷെ അദ്ദേഹം ഈ പറയുന്ന പോലെ എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞു എന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു സ്വാമിയുടെ ഒരു രാഷ്ട്രീയ നിലപാടായിട്ടൊന്നും ഞാൻ അതിനെ കാണുന്നില്ല. കാരണം എന്ന് പറയുന്നത്, സ്വാമിക്ക് വ്യക്തമായ രാഷ്ട്രീയ നിലപാടിൽ അദ്ദേഹം ഡൽഹിയിൽ ചെന്ന സമയത്ത് പ്രധാനമന്ത്രിയെക്കുറിച്ച്, പ്രധാനമന്ത്രി രാജ്യത്തിൻ്റെ ഏറ്റവും എന്താ പറയുക വികസനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആളാണെന്ന് അദ്ദേഹം പ്രസ്താവന നടത്തുകയുണ്ടായി ഡൽഹിയിൽ വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് വന്നിട്ട് 2 രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം തൻ്റെ നിലപാടുകൾ മാറ്റുകയാണെങ്കിൽ അദ്ദേഹത്തിന് വ്യക്തമായ രാഷ്ട്രീയമായ ചിന്താഗതിയോ കാഴ്ചപ്പാടോ ഇല്ലെന്നുള്ളത് നമ്മൾ പറയേണ്ടി വരും. ഇപ്പം ഈ സ്വാമി പറഞ്ഞല്ലോ, ഇപ്പം ഈ പൊതുപരിപാടികളിൽ കാണാറുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ വന്ന ഒരു ചോദ്യമാണ്. ഇപ്പം ഈ ഒട്ടുമിക്ക പൊതുപരിപാടികളിലും നമ്മളില്ല സാധാരണ നാടൻ ഭാഷയിൽ പറഞ്ഞ ചുക്കില്ലാത്ത കഷായം ഇല്ലെന്ന് പറയുന്ന പോലെ ഈ ഇഫ്താറുകൾ, ബാക്കിയുള്ള ചടങ്ങുകൾ, ഹിന്ദുമതത്തിൻ്റെ പരിപാടികൾ, അമ്പലങ്ങളിലെ പരിപാടികളിലെല്ലാം ചേരുന്ന ഒരു ചേരുവയായി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്സി മാറിയിട്ടുണ്ട്. എന്താണ് ആ ചേരുവയുടെ ഒരു പ്രത്യേകത എന്താ? ഞാൻ ഈ പൊതുരംഗത്തേക്ക് വരുന്ന സമയത്ത്, പ്രത്യേകിച്ചും ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയെയും പുകഴ്ത്താനോ ഇകഴ്ത്താനോ നിന്നിട്ടില്ല. ഒരു അമ്പലത്തിൽ പോവുകയാണെങ്കിൽ ആ അമ്പലം ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അത് പറയാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. നമ്മുടെ നിലപാടുകളൊക്കെ പോയി അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിറ്റേ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വിളിക്കും. ഒരു പള്ളിയിൽ പോകുന്ന സമയത്ത് ഞാൻ ഇന്നലെയും കാസർഗോഡ് ഒരു പള്ളിയിലെ പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ വന്നതാണ്. അതുപോലെ തന്നെ ക്രിസ്ത്യൻ സഭകളുടെ പരിപാടികൾ ഞാൻ പോകാറുണ്ട്. ഈ കഴിഞ്ഞിടയ്ക്ക് ഞാൻ ഇവിടെ പോയി, നമ്മുടെ ബാംഗ്ലൂർ ഒരു പരിപാടിക്ക് പോയി. അവിടെ ചെന്നപ്പോൾ 25,000 മലയാളികളുള്ള പരിപാടി. അതായത് പറശ്ശിനിക്കടവ് മുത്തപ്പൻ കണ്ണൂർ മലബാർ സ്ഥലങ്ങളിൽ വലിയ പ്രാധാന്യമുള്ള ഒരു വിശ്വാസമാണ്.
അപ്പം അവർ നടത്തുന്നൊരു പരിപാടി. അപ്പം ഞാൻ പോകുന്ന പരിപാടികളിലുള്ള വിശ്വാസങ്ങളും ആശയങ്ങളും തമ്മിൽ ചിലപ്പോൾ അവർ തമ്മിൽ പരസ്പരം ഒരിക്കലും യോജിക്കുന്നുണ്ടാവുകയില്ല. ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ അങ്ങനെയാണ്. പക്ഷെ ഞാൻ പോകുമ്പോൾ അവിടെയൊക്കെ എന്ന് പറയുന്ന ഒന്ന് ബ്രിഡ്ജ് ചെയ്യാൻ ഞാൻ പലപ്പോഴും ശ്രമിക്കാറ്. നമ്മളൊരു വേദിയിൽ ഇരിക്കുന്ന സമയം, മതസൗഹാർദ്ദ സമ്മേളനം ആയിട്ട് ഒരു സ്ഥലത്തിരിക്കും, അല്ലെങ്കിൽ സെക്കുലർ എന്തെങ്കിലും പരിപാടിയിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് അതിനകത്തിരിക്കുന്ന ആളുകൾ തമ്മിൽ മൈക്കിലൂടെ അവിടെ അനുകൂലമായിട്ട് പറയും. ഇരുന്ന് സംസാരിക്കുന്ന സമയത്തെന്ന് പറയുന്നത് ഈ സംഘാടകരെ പോലും എപ്പോഴും വിമർശിച്ചുകൊണ്ടായിരിക്കും സംസാരിക്കുന്നത്. നമ്മൾ ഇരുന്ന് വേദിയിൽ ഒരാൾ സംസാരിക്കാൻ ഒന്നുകൊണ്ട് സംസാരമുണ്ട്. പക്ഷെ അതിനകത്തൊന്നും ഒരു എന്താ പറയുക, അതിൻ്റെ ഇതും ഭാഗമായിട്ട് നിൽക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. നമുക്കറിയാം, ഞാൻ നേരത്തെ താങ്കൾ വളരെ പ്രസക്തമായൊരു കാര്യം പറഞ്ഞു. കേരളത്തിൻ്റെ ഒരു മതനിരപേക്ഷ സമൂഹം, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അങ്ങനെ ഒരു സെക്കുലർ ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതിനുവേണ്ടി നിൽക്കാൻ ആളില്ല. എന്നോട് ഒരാൾ മുഖത്ത് നോക്കി ചോദിച്ചു, താങ്കളൊരു നിലപാടില്ലാത്ത ആളാണ്. അപ്പം നിലപാട് എന്ന് പറയുന്ന ഒന്നുകിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമായി നിൽക്കണം, അതല്ല എന്നുണ്ടെങ്കിൽ ഒരു മതത്തിന് അനുകൂലമായി നിൽക്കണം. അപ്പം ഞാൻ ഹിന്ദു മതത്തിൽ ജനിച്ച ഒരാളാണ്. പക്ഷേ ഞാൻ കൂടുതലും വ്യാപരിക്കുന്നത് മറ്റുള്ള മതങ്ങളിലുള്ള ആളുകൾക്കിടയിലാണ്. അപ്പോൾ ഇപ്പോൾ പാള ഇമാമിൻ്റെ കാര്യം പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് എല്ലാ സ്ഥലത്തും എന്ന് പറയുന്നത് പരിപാടിക്ക് പോകുന്നു. നിങ്ങൾ രണ്ടുപേരെയും കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ബാക്കിയുള്ള ആളുകളൊക്കെ ഒരു പൊറുതി മുട്ടുന്ന സ്ഥിതിയാണ്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ ഇപ്പോൾ ഈ യൂട്യൂബൊക്കെ അണയ്ക്കണം, ഈ പറഞ്ഞ ചാനലുകൾ നിർത്തണം, ബ്ലോഗർമാരുടെ പണി നിർത്തണം, രാഷ്ട്രീയക്കാരുടെ പണി നിർത്തണം. കാരണം നിങ്ങൾ രണ്ടുകൂടി ഒരാഴ്ച നമുക്ക് ഈ തിരുവനന്തപുരം ഇനി എടുക്കാവുന്ന നിങ്ങൾ തമ്മിലൊന്ന് ആസൂത്രണം ചെയ്ത് പ്ലാൻ ചെയ്താൽ പിന്നെ ഈ പറയുന്ന വേറെ ആർക്കും തൊടാനൊക്കത്തില്ല. നിങ്ങളുടെ കയ്യിൽ തന്നെ നിൽക്കും, നിങ്ങളത് അവസാനിപ്പിച്ചിട്ടേ തീരുള്ളൂ. അത് സാധാരണ ഈ പരിപാടിക്കൊക്കെ പോകുന്ന സമയത്ത് പാളയിമാം തിരുവനന്തപുരം ടൗണിലായതുകൊണ്ട് പ്രധാനപ്പെട്ട ഇസ്ലാം മതവിശ്വാസികളെല്ലാം വലിയ കാശുകാരൊക്കെ ഉള്ള സ്ഥലമാണല്ലോ തിരുവനന്തപുരം ടൗണല്ലേ. അപ്പോൾ പാളയിമാമിന് എവിടെയെങ്കിലും തിരുവനന്തപുരം ടൗണിനൊരു പ്രത്യേകമുള്ള സമയം മനസ്സിലാക്കേണ്ടത്, ഈ തിരുവനന്തപുരം ഈ എറണാകുളം മുതൽ ഇങ്ങോട്ടുള്ള ടൗണിൽ ഈ ആളുകളുടെ ഈ കാശുണ്ടെങ്കിലും അവർ ആ വണ്ടിയൊക്കെ ഓടിച്ച് അതിന്റെ പള്ളിയുടെ മുമ്പിൽ കൂടെ അങ്ങ് പോത്തേ ഉള്ളൂ. എന്തെങ്കിലും നടക്കണമെങ്കിൽ മലബാറിലും കാണാൻ പോയിരിക്കണം. അല്ല, എന്നാൽ തന്നെ ആരെങ്കിലും ഒക്കെ കാശുകാർ മരിച്ചു കിടക്കുന്ന സ്ഥലം, കാശുകാർ കാറിപ്പോകുന്ന സ്ഥലം എന്നൊക്കെ പറയാനോ, കാശ് ഇറക്കുന്ന സ്ഥലം എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇമാമിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇമാമിനൊക്കെ എവിടെയെങ്കിലും ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ കാറോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ സഹായിക്കാൻ ആളുകളുണ്ട്. പക്ഷെ ഞാൻ സാധാരണ എന്ന് പറയുമ്പോഴത്തേക്ക് പോത്തൻകോട് നിന്നാണ് വരുന്നത്. പോത്തൻകോട് പാളയം തമ്മിൽ ഏതാണ്ട് 20 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. അപ്പം ഞാൻ വരുമ്പോൾ ഞാൻ എൻ്റെ വണ്ടിയിലാണ് ഇമാമിനെ കയറ്റിയിട്ട് ഓരോ സ്ഥലത്ത് പോകും. അപ്പം അവിടെ ചെല്ലുന്ന സമയത്ത് ഓരോ പരിപാടി സ്ഥലത്തില്ല, കുരിശുമല, അവിടെ ഇപ്പം എന്താ പറയുക കോവളം, അല്ലെന്നുണ്ടെങ്കിൽ പുനലൂര്, തിരുവനന്തപുരത്തിൻ്റെ വർക്കല, ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ ഇത്. അപ്പം ഞങ്ങൾ എല്ലാ സ്ഥലത്തും ചെല്ലുമ്പോഴത്തേക്ക് എന്താണ്, ഞാൻ ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് ഇപ്പുറത്തേക്ക് ആളുകൾ ശ്രദ്ധിക്കും. കാരണം ഇമാം വണ്ടിയുടെ ഇപ്പുറത്തുനിന്ന് ഇറങ്ങുന്നുള്ളത് വൈറലാണല്ലോ. അതെ. പക്ഷെ അത് കൊടുക്കുന്നൊരു സന്ദേശം, അതൊരു പർപ്പസായിട്ട് ചെയ്യുന്ന കാര്യം. ആദ്യ സമയത്തൊക്കെ എന്ന് പറയുന്നത് അത് ആളുകൾ ഇങ്ങനെ കൗതുകത്തോടു കൂടി നോക്കിയിരുന്നു. ഇപ്പോൾ പല സ്ഥലത്തും ഇറങ്ങുന്ന സമയത്തെന്ന് പറയാൻ ഒന്നുകിൽ ഇമാമിനോട് ചോദിക്കും, സ്വാമി എന്ത് ചെയ്യുന്നു ചോദിക്കും, ഇല്ലെങ്കിൽ എന്താ പറയുക എന്നോട് ചോദിക്കും ഇമാം ഇല്ലേന്ന് ചോദിക്കും. ആ രീതിയിലേക്കെന്ന് പറയുന്നത് തിരുവനന്തപുരത്തിൻ്റെ ഒരു ഫേസ് എന്ന് പറയുന്നത് അങ്ങനെ മാറ്റിയെടുക്കാനായിട്ട് സാധിച്ചു. ഏതെങ്കിലുമൊക്കെ അതിനകത്തൊരു പ്രയോജനപ്രദമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ മതപരമായിട്ടുള്ള മുറിവുകൾ ഏതെങ്കിലും നിലയിൽ ഏതെങ്കിലും ഒരു വിശ്വാസത്തെ, ഒരു ദിവസം ഇവിടെ ഒരു ബിഷപ്പിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായി, ഒരു ലവ് ജിഹാദിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ട് എന്തോ ഒരു ഉണ്ടായതാണ്. ആ സമയത്ത് കേരളത്തിലെ ഇസ്ലാം സമൂഹത്തിൻ്റെ ഇടയിലെന്ന് പറയുന്ന വളരെ വലിയ വേദനകളുണ്ടായി. അപ്പം ഞങ്ങളെല്ലാവരും കൂടി നേരെ പട്ടം ബിഷപ്പ് ഹോസി ക്ലിമീസ് തിരുമേനിയുടെ ഒരു ചേംബറിലിരുന്നിട്ട് പാണക്കാട് തങ്ങളൊക്കെ വന്നിട്ട് ബിഷപ്പിൻ്റെ പ്രസ്താവനയ്ക്ക് എതിരെ, ബിഷപ്പിനെ പിണക്കാൻ പറ്റത്തില്ല, നമ്മൾ ബിഷപ്പിനെ പിണക്കി കഴിഞ്ഞാൽ പിന്നെ ബിഷപ്പിൻ്റെ ആളുകൾ ഒരിക്കലും എന്ന് പറയുന്നത് നമ്മളെ ആ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ അടുപ്പിക്കത്തില്ല. ഈ എന്നോട് ചോദിച്ചില്ലേ നിലപാടില്ലായ്മ എന്ന് പറയുന്നതാണ് താങ്കൾ ആദ്യം പറയുന്നത്, അതൊരു നൂൽപ്പാലമാണ്. നിലപാടില്ലായ്മ എന്ന് പറയുന്നത് നമ്മുടെ ഒരു നിഷ്പക്ഷത നിലനിർത്താനുള്ള ഒരു ചെറിയതുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഏതെങ്കിലും ഭാഗത്തിൻ്റെ ഒരു വക്താവായിട്ടങ്ങ് മാറും. അപ്പം ഞങ്ങൾ
ബിഷപ്പിൻ്റെ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് കൂടുന്നു, ഇരുന്ന് വർത്തമാനം പറയുന്നു. അവിടെ വെച്ച് എല്ലാവരും കൂടി ചേർന്നിട്ട് എന്തെങ്കിലും ഒരു പ്രസ്താവന പറയുന്നു, അതോടുകൂടിയിട്ടെന്ന് പറയുന്ന ആ വിഷയം തീരുന്നു. അപ്പം അങ്ങനെ ഈ ഒരു ഫില്ലറുകളായിട്ട് പ്രവർത്തിക്കുവാനുള്ള ആളുകൾ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ സമൂഹത്തിൽ കുറഞ്ഞു വരുന്നു. താങ്കൾ സ്വാമിജി ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്നത് മലബാർ, അതുപോലെ തന്നെ മുസ്ലിം പാണക്കാട് തങ്ങൾ, ഇങ്ങനെയൊക്കെ ബന്ധപ്പെടാറുണ്ട്. ഇപ്പോൾ അന്ന് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ ഒരു പ്രസ്താവനയിൽ ഈ ലീഗിൻ്റെ ഒരു വർഗീയ രാഷ്ട്രീയത്തെക്കുറിച്ച് അങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. അങ്ങയുടെ അനുഭവത്തിൽ എപ്പോഴെങ്കിലും അവരിലൊരു കടുത്ത വർഗീയത അല്ലെങ്കിൽ അത്തരമൊരു നിലപാട് അനുഭവപ്പെട്ടിട്ടുണ്ടോ? എന്തായാലും സ്വന്തം എനിക്കങ്ങനെ രാഷ്ട്രീയപരമായിട്ടെന്ന് പറയുന്ന അവർ രാഷ്ട്രീയ പാർട്ടിയാണ്. രാഷ്ട്രീയപരമായിട്ടെന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ അവർക്ക് എന്തെങ്കിലുമൊക്കെ നിലപാടുകളോ അല്ലെങ്കിൽ മറ്റൊരു കാര്യങ്ങളോ ഒക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഉണ്ടാകും. ഇപ്പോൾ മുസ്ലിം ലീഗ് എന്ന് പറയുന്നൊരു പേര് പറഞ്ഞു തന്നിരിക്കുന്ന പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ 1998 പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളെ ആദ്യമായിട്ട് കാണുന്നു. മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ ആദ്യമായിട്ട്, അത് കഴിഞ്ഞിട്ട് ഹൈദരലി ശിഹാബ് തങ്ങൾ. അന്ന് മുതൽ എന്ന് പറയുന്നത് പാണക്കാട് ഫാമിലിയായിട്ടെന്ന് പറയുന്നത് എനിക്ക് വലിയ അടുപ്പമുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മുടെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ വന്നപ്പോഴും മുനവർ അലി ശിഹാബ് തങ്ങൾ വന്നപ്പോഴും അവിടുത്തെ ഏത് വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് എൻ്റെ അനുഭവത്തിൽ അവരൊരിക്കലും എന്ന് പറയുന്നത് എന്നോട് വർഗീയത പറഞ്ഞിട്ടില്ല. ഒരാൾ പോലും എന്ന് പറയുന്ന ഒരു വർഗീയതയെ എന്നോട് പറയാൻ ശ്രമിച്ചിട്ടില്ല. അത് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് അവരുടെ നിലപാടെന്ന് പറയുന്നത് വർഗീയമല്ല എന്ന് ബോധ്യപ്പെട്ട ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ പലരും എനിക്ക് വളരെ അടുത്ത ബന്ധമാണ്. ഇപ്പം നമ്മൾ എന്താ പറയുക, ബഹളം ഉണ്ടാക്കി മാറി നിൽക്കുന്ന രണ്ടത്താണി വളരെ അടുപ്പമുള്ള ആളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ സീറ്റ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ അദ്ദേഹത്തെ വിളിക്കുകയും ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തു. ചാടല്ലേന്ന് പറഞ്ഞു. ആ ചാടല്ലേന്നൊന്നും പറഞ്ഞില്ല. ഞാൻ ചാടല്ലേന്നൊന്നും പറഞ്ഞ് ചാടാതിരിക്കുന്നോളം ഞാൻ അദ്ദേഹത്തോട് എനിക്ക് നല്ല ബന്ധമുള്ള ആളാണ്. അപ്പം അവരാരും എന്ന് പറയുന്നത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങൾ താങ്കൾ ശ്രദ്ധിക്കൂ, ഏതെങ്കിലും ഒരു മുസ്ലിം ലീഗിൻ്റെയോ മുസ്ലിം ലീഗിൻ്റെ എന്നല്ല, ഇസ്ലാം മതത്തിലെ ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും തരത്തിലുള്ള വർഗീയത പറഞ്ഞാൽ ഒറ്റപ്പെട്ട് ചിലപ്പോൾ പറഞ്ഞു കാണും. ഒറ്റപ്പെട്ട ആളുകളെന്ന് അതെല്ലാ മതത്തിലും ഹിന്ദുക്കൾ പറയുന്നില്ലേ, ഒറ്റപ്പെട്ട ആളുകൾ വർഗീയത പറയുന്നില്ലേ. എല്ലാ ഹിന്ദുക്കളുടെയും എല്ലാ RSSൻ്റെയും എല്ലാ BJPയുടെയും നേതാക്കന്മാർ പൊതുവായിട്ടെന്ന് പറയുന്ന അങ്ങനെ വർഗീയത പറയുന്നത് നമ്മൾ അങ്ങനെ കേൾക്കാറില്ല. അതുപോലെ തന്നെ ഒറ്റപ്പെട്ട മുസ്ലിം സമുദായത്തിലെ ചില ഒറ്റപ്പെട്ട ആളുകൾ വർഗീയത പറയാറുണ്ട്. പക്ഷേ അതിൻ്റെ അടിയിൽ ഏറ്റവും കൂടുതൽ പൊങ്കാലയിടുന്നതെന്ന് പറയുന്നത് മുസ്ലിംസ് തന്നെയായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി അറിയാം. ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ബാലൻസ് ചെയ്യുന്നൊരു സമൂഹത്തിൽ, പ്രത്യേകിച്ചു എന്ന് പറയുന്നത് ഇസ്ലാം സമൂഹത്തിലുള്ള ആളുകൾ അവർ കുറേ കൂടി ജാഗ്രത പുലർത്തുന്നു എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഇസ്ലാം സഹോദരന്മാരായിട്ടുള്ള ആളുകൾ നമ്മളിപ്പം നമ്മുടെ ഫേസ്ബുക്കിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് കാണുന്ന പല പ്രസ്താവനകളും നമ്മൾ കാണാറുണ്ട്. പലരും എന്ന് പറയുന്നത് പ്രകോപിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. പക്ഷേ എന്ന് പറയുന്നത് അവിടെയൊക്കെ എന്ന് പറയുന്നത് ഒരു നിഷ്പക്ഷമായ നിലപാടുകൾ പുലർത്താനുള്ള ജാഗരൂകത ഇവരുടെയൊക്കെ ഇടയിൽ നിന്നുണ്ടാകുന്നു അല്ലെങ്കിൽ അണികളിൽ നിന്നുണ്ടാകുന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ, അല്ലെങ്കിൽ ഞാൻ വായിക്കുന്ന, ഞാൻ കാണുന്ന, ഞാൻ അഭിരമിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ 1993 മറ്റോ ആണ് അങ്ങ് കരുണാകര ഗുരുവിനെ കാണുന്നത്. ആ കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു കാണുന്നത്. അങ്ങനെ അവിടെ നിന്നാണ് ഈ പൂർവാശ്രമത്തിൽ ഹരികുമാറായിരുന്നു. അവിടുന്ന് ഇങ്ങനെ മാറി ഗുരുരത്നം ജ്ഞാനതപസ്യായി വന്നു. ഈ പറയുന്ന 93 കാലഘട്ടവും ഉദ്യോഗമണ്ഡലിലെ ജീവിതവും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ ജോലിയും ആ ഒരു പശ്ചാത്തലമൊക്കെ വെച്ച് നല്ലൊരു അടിച്ചുപൊളി ജീവിതത്തിൻ്റെ, അന്നത്തെ കാലത്തെ അടിച്ചുപൊളി ജീവിതത്തിൻ്റെ ഒരു പശ്ചാത്തലവും ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഇത്തരമൊരു ജീവിതത്തിലേക്ക് വന്നത്. ആ മാറ്റത്തെ ഇപ്പം നോക്കിക്കാണുമ്പോൾ എത്രത്തോളം സാധ്യമായിരുന്നു, എങ്ങനെയാണത് ആ ഒരു മാറ്റം ഫീൽ ചെയ്യുന്നത് എനിക്ക്? ഒരുപക്ഷെ ഇന്നാണ് കൂടുതൽ അടിച്ചുപൊളി ജീവിതം എന്ന് എനിക്ക് തോന്നുന്നു.
ഞാനൊരു 93 ഗുരു നമ്മുടെ ചേർത്തലയിലെ വീട്ടിൽ വരുന്നു. അപ്പം ഞങ്ങൾ ആശ്രമ ഭക്തന്മാരായിട്ടാണ് അവിടെ ആ സമയത്ത് ആശ്രമത്തിൽ പോകാൻ തുടങ്ങി. എൻ്റെ ബ്രദറാണ് ആദ്യം ആശ്രമത്തിൽ വരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങളും പോകാൻ തുടങ്ങി. അങ്ങനെ ഗുരു വീട്ടിൽ 93 അത് കഴിഞ്ഞതിന് ശേഷം ഞാനന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉദ്യോഗത്തിൽ പഠിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ കോളേജൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ജോലി കിട്ടി. അഹമ്മദാബാദിലുള്ള ഒരു വാട്ടുവ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു മരുന്ന് കമ്പനി ട്രയോ ഫാർമ, അതിൻ്റെ കൊച്ചിയിൽ റെപ്രസെൻറ്റേറ്റീവായിട്ട്. അപ്പം ആ സമയത്ത് ട്രിവാൻഡ്രത്ത് നമ്മുടെ ഈ ആശ്രമത്തിൻ്റെ മരുന്ന് വിതരണത്തിൻ്റെ ഒരു സമയത്ത് ശാന്തിഗിരി കണ്ടുകാണ്, ശാന്തിഗിരി മരുന്നുകൾ. അപ്പോൾ അതിൻ്റെയൊക്കെ ഈ മാർക്കറ്റിംഗ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് ഒരു അഡ്വർടൈസ്മെൻറ്റ്, ആശ്രമ മാസികകൾ വരും. അപ്പോൾ അതിനകത്തൊരു അഡ്വർടൈസ്മെൻറ്റ് കണ്ട് ശാന്തിഗിരി ആയുർവേദ വൈദ്യശാലയിലേക്ക് റെപ്രസെൻറ്റേറ്റീവ്മാരെ വേണം. അപ്പം ഞാൻ യഥാർത്ഥത്തിൽ മരുന്ന് കച്ചവടത്തിനാണ് ആശ്രമത്തിൽ വരും. മരുന്ന് കച്ചവടത്തിന് വരുന്നു. പിന്നീട് ആശ്രമത്തിലായല്ലോ. പിന്നെ നമ്മൾ കാണുന്നത് എല്ലാവരും എന്ന് പറയുന്നത് സന്യാസിമാർ. അപ്പം എൻ്റെ നാട്ടിലുണ്ടായിരുന്ന എൻ്റെ കൂടെയൊക്കെ ആ സമയത്തുണ്ടായിരുന്ന, ഞങ്ങൾ ആശ്രമത്തിൽ വരുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്ന കുറച്ച് ആളുകളുണ്ട്. ഒരു ഉത്തമൻ, പിന്നെ പുഷ്കരൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇപ്പം ആശ്രമത്തിൻ്റെ പ്രസിഡന്റ്. ഉത്തമൻ ഇപ്പം നമ്മുടെ വയനാട് ആശ്രമത്തിൻ്റെ മേധാവിയാണ്. അപ്പം അവരൊക്കെ നേരത്തെ തന്നെയെന്ന് പറഞ്ഞാൽ സന്യാസം സ്വീകരിച്ചു കഴിഞ്ഞു. അപ്പം ഞാനവിടെ വന്ന് നോക്കുന്ന സമയത്തെന്ന് പറയുന്നത് സന്യാസ ജീവിതത്തോട് അത്ര വലിയ ആഭിമുഖ്യമുണ്ടോ എന്നൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കിപ്പം ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളാണെങ്കിൽ ഒരു ബിഷപ്പാകുക, അല്ലെങ്കിൽ എന്താ പറയുക, ആരെങ്കിലും കല്യാണം ആലോചിക്കുന്ന സമയത്ത് പറയും ഇന്ന ബിഷപ്പിൻ്റെ ഇന്ന ആളാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചേട്ടൻ്റെ മകളാണ്, അല്ലെങ്കിൽ ഇന്നതൊക്കെ പറയും. സന്യാസിമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നിരാശ വാനപ്രസ്ഥം എന്നാണ്. ജീവിതത്തിൽ എല്ലാ സുഖങ്ങളും അനുഭവിച്ച് കഴിഞ്ഞിട്ട് ഫൈനൽ ഡെസ്റ്റിനേഷനാണ് സന്യാസം. സന്യാസത്തിന് പോവുക എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക, ഈ ആശ്രമമൊക്കെ ഉണ്ടായിരുന്നതും അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വിശ്വാസികളായിട്ട് ജീവിച്ചത് കൊണ്ടാണ്. ഇല്ലായെങ്കിൽ ഒരിക്കലും എന്ന് പറയുന്നത് നമ്മളുടെ ഇപ്പോഴും ആശ്രമത്തിൽ വരുന്നത് കൊണ്ട് കുഴപ്പമില്ല. ആശ്രമത്തിൽ വന്ന് സന്യാസം സ്വീകരിക്കുമ്പോൾ ഞാനൊക്കെ ഒരു കാലത്ത്, ഇപ്പോഴൊന്നും പ്രശ്നമില്ല, ഇപ്പം നമ്മളെയൊക്കെ അവിടെ എവിടെയെങ്കിലുമൊക്കെ ടി വിയിലും സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നത് കൊണ്ട് നമ്മളെന്തോ വലിയ ആളായി പോയെന്ന് വിചാരിക്കുന്ന ആളുകളാണ്. പക്ഷേ ഈ ചില സമയത്ത് നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ ഈ അമ്മൂമ്മമാരൊക്കെ, നമ്മുടെ അവിടെ ഗ്രാമമാണ് കടക്കരപ്പള്ളി എന്നാണ്, ഈ തൊണ്ട് തല്ലുന്ന ആളുകൾ, ഓലമടയുന്ന ആളുകൾ, ഇവരൊക്കെ ഇങ്ങനെ മൂക്കത്ത് വിരൽ വെക്കും. ഈ അമ്മൂമ്മമാരൊക്കെ എന്ത് പറ്റി മോനെ എന്നൊക്കെ എന്തെങ്കിലും അപകടം പറ്റിയോ എന്ന് വെച്ചു. പക്ഷേ നമ്മളിപ്പം ആശ്രമത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ ആശ്രമത്തിൽ അന്ന് ഈ റെപ്രസെൻറ്റേറ്റീവായിട്ട് മരുന്നിൻ്റെ സെയിൽസിൽ ഞാൻ വന്ന് ആശ്രമത്തിൽ സ്ഥിരമായി താമസം തുടങ്ങി. ഗുരുവുമായിട്ട് കൂടുതൽ സമ്പർക്കം ഉണ്ടാകാനുള്ളൊരു സമയമായിരുന്നു യഥാർത്ഥത്തിൽ. അതെന്നിലൊരു വലിയ സ്ട്രാറ്റജിക് ചേഞ്ച് ഉണ്ടാക്കി. ഞാൻ അറിയാതെയാണ് എന്നിലൊരു ചേഞ്ച് ഉണ്ടാകുക. നമ്മൾ ചില ഉൾവിളികളെന്ന് പറയുന്ന ഒരിക്കലും നമ്മൾ വിചാരിക്കുന്നതല്ലല്ലോ. ഉൾവിളി ഉണ്ടാകുക എന്ന് പറയുന്നത് നമ്മൾ കണക്ക് കൂട്ടി എടുത്തിട്ട് എനിക്ക് ഉൾവിളി ഉണ്ടാകണം, എനിക്ക് ഉൾവിളി ഉണ്ടാകും. പക്ഷെ ആശ്രമത്തിൽ നിൽക്കുന്ന സമയത്ത് നമ്മളും ആഗ്രഹിക്കും. അപ്പം നമ്മൾ വേറെ സ്ഥലത്ത് പോയി നിൽക്കുന്ന സമയത്താണെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും. നമ്മൾ ഈ ആശ്രമത്തിൽ നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും ഉൾവിളി കാരണം നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ എല്ലാവരും എന്ന് പറഞ്ഞാൽ ഉൾവിളിയുടെ എന്താ പറയുക ആശാന്മാരാണ് ചുറ്റും നിൽക്കുന്ന ആളുകൾ. പ്രാർത്ഥന, ധ്യാനം, ജപം, അങ്ങനെയുള്ള മുറകളൊക്കെ നിൽക്കുന്ന ആളുകളൊക്കെയാണ് കൂടത്ത് നിൽക്കുന്നത്. ഞാൻ നോക്കുന്ന സമയത്തെന്ന് പറയുക എനിക്കൊരു ഉൾവിളി ഉണ്ടാകുന്നില്ല. പക്ഷേ എങ്ങനെയോ വളരെ ആകസ്മികമെന്ന് പറയാം, എന്നിൽ അങ്ങനെ ഒരു തിരിച്ചറിവുണ്ടായി. ആ ഏത് വർഷങ്ങളിലായിരിക്കും? എനിക്ക് തോന്നുന്നു 1999 മെയ് 6 ഗുരു ആദിസങ്കല്പത്തിൽ ലയിച്ചു. ആദിസങ്കല്പം എന്ന് പറയുന്നത് നമ്മൾ ഈ സാധാരണ സമാധി എന്ന് പറയുമല്ലോ, സന്യാസിമാർ സമാധിയ എന്ന് പറയും. ഇപ്പോൾ ക്രിസ്ത്യാനികളാണെങ്കിൽ പറയും കാലം ചെയ്തു എന്ന് പറയും.
ഇപ്പൊ ഗുരുവിന്റെ ഇതിൽ പറയുന്നത് ഇതാണ്, ഗുരു ആദി സങ്കല്പത്തിൽ ലയിച്ചു. പ്രപഞ്ചം എന്ന് പറയുന്നത് സങ്കല്പമാണല്ലോ. പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് ആധാരം എന്ന് പറയുന്നതും ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നതും ഈ സൂര്യനും ഭൂമിയും തമ്മിലുള്ള ഈ ഭ്രമണപഥം എന്നൊക്കെ പറയുന്നത് ഒരു തരത്തിൽ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്നൊക്കെ പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ അതുള്ളതാണ്. അപ്പൊ നമ്മൾ സങ്കല്പം എന്ന് അതിനെ പറയും. അപ്പൊ ഈ പ്രപഞ്ചമുണ്ടാക്കിയ എല്ലാ മതങ്ങളിലുമുള്ള ദൈവസങ്കല്പവും എല്ലാ മതങ്ങളിലും വിശ്വാസങ്ങളിലുമുള്ള ആത്മീയതയും അതിനകത്ത് ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു അല്ലെങ്കിൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് പോലെ ആദ്യത്തെ ഒരു സങ്കല്പം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ആ സങ്കല്പത്തിൽ നിന്നാണ് പ്രകൃതി ഉണ്ടായതെന്ന് പറയുന്നു. ആ സങ്കല്പത്തിൽ എവിടെ നിന്ന് വന്നു അവിടേക്ക് ഗുരു തിരിച്ചു പോയെന്ന് പറയുന്നു. അതാണ് ഈ ആദ്യ സങ്കല്പത്തിൽ ലയിച്ചു എന്ന് പറയുന്നത്. അപ്പം ഈ മെയ് 6-ാം തീയതി 99 ഞാനതിൻ്റെ ഒരു 2 ദിവസത്തിന് മുമ്പ് ഞങ്ങളന്ന് ആശ്രമത്തിലേക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് ഗുരുവിൻ്റെ അടുത്ത് പോയി കണ്ടിട്ട് പോകും. നമ്മളൊക്കെ പയ്യന്മാരായിട്ടുള്ള ആളുകളാണ്. നേരത്തെ നിങ്ങൾ പറഞ്ഞ അടിച്ചു പൊളിച്ച് നടന്ന പയ്യന്മാർ. ഈ മീനിനെയൊക്കെ പിടിച്ച് കരക്കിട്ട പോലെയാണ് നമ്മുടെ അവസ്ഥ, ആശ്രമത്തിലൊക്കെ നിൽക്കുന്ന അവസ്ഥ. കാരണം എന്ന് പറഞ്ഞാൽ വളരെ നാട്ടിലൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറയുന്ന പോലെ കൂട്ടുകാരുടെ ഇടയിലൊക്കെ വിഹരിച്ചു കൊണ്ട് നിന്ന ആളുകൾ ആശ്രമത്തിലേക്ക് എത്തുമ്പോഴത്തേക്കെന്ന് പറയുമ്പോൾ ഒരു എത്തും പിടിയും കിട്ടത്തില്ല. അപ്പോൾ ഗുരുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴും നമ്മൾ പയ്യന്മാരാണെന്നുള്ളൊരു, എനിക്കന്ന് 19 വയസ്സ് ഏതാണ്ടൊക്കെ ഉള്ളൂ. അപ്പോൾ ഗുരുവിൻ്റെ അടുത്ത് ചെല്ലുന്ന സമയത്ത് പലപ്പോഴും ആ ഒരു പയ്യനെന്നൊക്കെയുള്ള ഒരു ചെറിയ ഒരു ഇതാണല്ലോ. പക്ഷെ അന്ന് മെയ് 4-ാം തീയതി ഗുരു എൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ആ ഒരു 2-3 ഒരു ദിവസത്തിന് മുമ്പുള്ള ഒരു ഗുരുവിൻ്റെ ഒരു സംസാരം എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. ഞാനന്ന് കട്ടപ്പനയ്ക്ക് പോകാനായിട്ട്, ഇടുക്കിയിലേക്ക് പോകാനായിട്ട് പോയതാണ്. പക്ഷെ അത് ആ ഗുരുവിനെ കണ്ടു കഴിഞ്ഞതിന് ശേഷം എന്ന് പറയുന്നത് ഞാൻ തിരിച്ച് പിറ്റേ ദിവസം അറിയുന്നതെന്ന് പറയുന്നത് ആണ് ഗുരു ആദിസങ്കല്പത്തിൽ ലയിച്ചു എന്ന് പറയുന്നു. ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് ഗുരു ശരീരം വിട്ടു. അപ്പം അതിന് ശേഷമെന്ന് പറയുന്നത് ആ ദിവസം എന്നോട് വളരെ അസാധാരണമായ രീതിയിലാണ് സംസാരിച്ച്. ഞാനൊരിക്കലും പ്രതീക്ഷിക്കാത്ത, ഞാനൊരിക്കലും കേൾക്കാത്ത, ഞാൻ കടന്നു പോകാത്ത ആത്മീയതയുടെ എന്താ പറയുക, അങ്ങനെ ഗഹ്വരമായിട്ടുള്ള ഒരു വളരെ നിഗൂഢമായ ചില സംഗതികളൊക്കെ സംസാരിച്ചു. എനിക്ക് തലകറങ്ങുന്നത് പോലെയൊക്കെ തോന്നി ആ സമയത്ത്. പക്ഷേ അത് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഗുരു ആദിസങ്കല്പത്തിൽ ലയിച്ചു. പിന്നീട് ഞാൻ ആശ്രമത്തിൽ തിരിച്ചു വന്നു. പിന്നെ എനിക്ക് ഇപ്പോഴത്തെ നമ്മുടെ ആശ്രമത്തിൻ്റെ ഗുരുസ്ഥാനിയുണ്ട്, ഗുരുവിൻ്റെ അന്നത്തെ പ്രഥമ ശിഷ്യയാണ്. എന്നോട് പറഞ്ഞ് ഇനി പുറത്തൊന്നും പോകണ്ട, ആശ്രമത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കണമെന്നു. അങ്ങനെ ഈ പറയുന്ന പോലെ എന്താണ്, ഒന്നും അറിയാൻ പാടില്ലാത്ത, ആത്മീയമായ യാതൊരു പരിചയവും അങ്ങനെ ഇല്ലാത്ത, സാധാരണ അമ്പലങ്ങളിലൊക്കെ പോകുന്ന ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആത്മീയ പഠനം കാര്യങ്ങളൊന്നുമില്ല, അങ്ങനെ പോകുന്ന സാധാരണക്കാരനായി ജീവിച്ച ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഞാൻ അസാധാരണമായൊരു നിയോഗത്തിലേക്ക്, എന്താ പറയുക, ഈ സമുദ്രത്തിലേക്ക് വഴിതെറ്റി വന്ന പരൽമീനെന്ന് OV വിജയൻ പറഞ്ഞതുപോലെ ഗുരുവിനെ അദ്ദേഹം അങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ ഗുരുസങ്കല്പത്തെക്കുറിച്ച് ഒരു പുസ്തകം എഴുതി അദ്ദേഹം. അതിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്ന, ആ പേര് ഇട്ടത് ഇങ്ങനെയാണ്, സമുദ്രത്തിലേക്ക് വഴിതെറ്റി വന്ന പരൽമീൻ. കരുണാകരനെ കുറിച്ചാണ് എഴുതിയത്. ഗുരു എന്ന് പറയുന്ന വലിയ സമുദ്രമായിട്ട് അദ്ദേഹത്തെ എന്ന് പറയുന്ന ഒരു പരൽമീനായിട്ട് സങ്കല്പിച്ചിട്ടാണ് എഴുതി. ഞാനും അങ്ങനെ ഞാൻ വഴിതെറ്റി വന്നതല്ല, വഴി തേടി വന്ന്, വഴി തെറ്റിയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, സമുദ്രത്തിലേക്ക് വഴി തേടി വന്ന് അല്ലെങ്കിൽ വഴി അറിഞ്ഞു വന്ന് ഒരു പരൽമീനായിട്ട്. ഇപ്പം ഈ നമ്മുടെ ഈ ശാന്തിഗിരി ആശ്രമത്തിൽ ഈ ആത്മീയമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ഒരു സംവിധാനവും ഭരണനിർവഹണ കാര്യങ്ങൾക്ക് ചെയ്യുന്നതിന് വേറൊരു സംവിധാനവും അങ്ങനെയാണോ ഉള്ളത്? അങ്ങനെ മാത്രമല്ല, ഒരു ആശ്രമത്തിൻ്റെ ഈ മൊത്തം നേതൃത്വം ഗുരുധർമ്മ പ്രകാശ സഭ എന്ന് പറയുന്ന ഒരു 180ഓളം സന്യാസിമാരടങ്ങുന്ന ജനറൽ കൗൺസിലാണ്. ആ കൗൺസിലിനെ ലീഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഗുരുസ്ഥാനീയ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പിരിച്വൽ ഹെഡാണ്, ഒരു സന്യാസിനിയാണ്. ഗുരുവിൻ്റെ ആദ്യകാലം മുതൽ, എനിക്ക് തോന്നുന്നു തൻ്റെ 8ാമത്തെ വയസ്സ് മുതൽ ഗുരുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ശിഷ്യയാണ്. അപ്പോൾ അതാണ് വയസ്സുണ്ടാവുന്നത്. ഇപ്പോൾ ഒരു 63 വയസ്സൊക്കെ ഉണ്ടാവും. അത് ജനനി എന്നാണ് നമ്മൾ പറയുന്നത്, ശിഷ്യപൂജിത.
ആ സംവിധാനമാണ് ആശ്രമത്തിന്റെ അവസാന ഭാഗം. അപ്പൊ ആ ശിഷ്യപൂജിതയ്ക്ക് ശേഷം അടുത്ത ആരാവും അതിന്റെ? അതിന് ശിഷ്യപൂജിത തന്നെ എഴുതി വെക്കപ്പെടുന്ന ആളുകളുണ്ടാവും. അതെന്ന് പറയുന്നത് ആശ്രമത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആധ്യാത്മിക അനുഭൂതിയുള്ള ആൾ, സ്പിരിച്വൽ എക്സ്പീരിയൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ അങ്ങനെയുള്ള ഉൾക്കാഴ്ചകളുള്ള ആളുകളായിരിക്കും. അപ്പം അങ്ങനെയുള്ള കുറച്ച് ആളുകൾ ആശ്രമത്തിലുണ്ട്. അതിലൊരാളിനെ എന്ന് പറയുന്നത് നേരത്തെ എഴുതി വെക്കും. എഴുതി വെച്ചിട്ടുണ്ടാവും, ഇപ്പം തന്നെ എഴുതി വെച്ചിട്ടുണ്ടാവും. അത് ഈ പറഞ്ഞ ശിഷ്യ ഇതേ ആദിസങ്കല്പത്തിൽ ലയിച്ചു കഴിയുമ്പോൾ അതെടുക്കും. അതാണ് നമ്മുടെ നിയമാവലിയിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്. അത് നമ്മൾ മുദ്ര വെച്ച കവറിൽ ആ ശിഷ്യപൂജിത ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അത് തയ്യാറാക്കി, അത് ഒരു കോപ്പി എന്ന് പറയുന്നത് ആശ്രമത്തിൽ, ഒരു കോപ്പി എന്ന് പറയുന്നത് രജിസ്ട്രാർ, അത് ശരി, നമ്മുടെ സൊസൈറ്റീസിൻ്റെ രജിസ്ട്രാർ, ഒരു കോപ്പി എന്ന് പറയുന്നത് നമ്മുടെ ബാങ്കിൻ്റെ ലോക്കർ. ഈ കരുണാകര ഗുരു അദ്ദേഹം ഇതുപോലെ എഴുതി വെച്ചതായിരുന്നു? അങ്ങനെ ആയിരുന്നില്ല. ആശ്രമത്തിൻ്റെ ബൈലോയിൽ ഗുരുവിന് ശേഷം എങ്ങനെയാണെന്നുള്ളത്, കാരണം വളരെ ആകസ്മികമായ ഒരു സന്ദർഭത്തിലാണ്, ഒട്ടും പ്രതീക്ഷിക്കാതിരുന്നൊരു സമയത്താണ് ഗുരു ആദിസങ്കല്പത്തിലേക്ക് 72ാമത്തെ, ഞാൻ പറഞ്ഞില്ലേ തലേദിവസം ഞാൻ കണ്ടിട്ട് പോയത്. അത് കഴിഞ്ഞതിന് ശേഷം പക്ഷേ ഗുരുവിൻ്റെ അന്നത്തെ ഇതിലിപ്പോൾ നമ്മൾ ഓരോ പ്രസ്ഥാനങ്ങളും കാണുന്നില്ലേ, ആത്മീയമായ കാര്യങ്ങൾ ചെയ്യാൻ. ഇപ്പം ഞാൻ ഭരണപരമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾ ആശ്രമത്തിൽ, അപ്പം ഞാനാണ് ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ഒരു വക്താവായിട്ടെന്ന് പറയുന്നത് പല ഇടങ്ങളിലും അറിയപ്പെടുന്നു. അതുപോലെ തന്നെ എന്ന് പറയുന്നത് ആശ്രമത്തിൻ്റെ ആത്മീയ കാര്യങ്ങൾ ചെയ്യാനുള്ള ആളുകളെന്ന് പറയുന്നത് ഗുരുവിൻ്റെ കൂട്ടത്തിലുണ്ടാവും. അതിലേറ്റവും പ്രമുഖയായിരുന്നു യഥാർത്ഥത്തിൽ ഈ പറയുന്ന ശിഷ്യപൂജിത അന്ന് 99. അതുകൊണ്ട് ആളുകൾക്ക് ആർക്കും എന്ന് പറയുന്നത് രണ്ടാമതൊരു ചോദ്യത്തിൻ്റെ ആവശ്യം വന്നില്ല. തൻ്റെ അനന്തരാവകാശി എന്ന് പറയുന്നത് ഇന്ന ആളാണെന്നുള്ളത് എഴുതി വെക്കാതെ അല്ലെങ്കിൽ പറയാതെ, എന്നാൽ പലയിടത്തും ഗുരുവിൻ്റെ സംഭാഷണ വേളയിലൊക്കെ അതിനുള്ള തെളിവുകളൊക്കെ കൊടുത്തിട്ടാണ് പോയത്. ഇപ്പം നമ്മളിപ്പം എന്തുകൊണ്ട് ഗുരുവിന് ശേഷം അല്ലെങ്കിൽ ഒരാൾ ഇന്ന ആളാണെന്ന് ഇപ്പോഴേ നമ്മൾ അറിയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ എന്ന് പറയുന്നത് അത് ഒരു എന്താ പറയുക, ആളുകളെല്ലാവരും കൂടി എന്ന് പറഞ്ഞാൽ അടുത്ത ആളല്ലേ അവിടെ പോയി നിൽക്കും. അപ്പോൾ ഒരു അവിടെ ഒരു ഇതുണ്ടാവും. അതുകൊണ്ട് അത് വളരെ സൂക്ഷിച്ചൊരു വളരെ എന്താ പറയുക, വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പ്രക്രിയ ആയിട്ടാണ് എനിക്കത് തോന്നിയിരിക്കുന്നത്. ഈ ആശ്രമം, ധാർമ്മികത, ഇതിനെ സംബന്ധിച്ച പ്രഭാഷണങ്ങൾ, സാമൂഹ്യ മാധ്യമ പ്രഭാഷണങ്ങളെല്ലാം വരുമ്പോഴും ഈ സമൂഹത്തിലെ അന്തഛിദ്രങ്ങൾ, അധാർമികത, നമ്മൾ നേരത്തെ പറയുന്ന അന്യമത വിരോധം, വിദ്വേഷം, ഇതൊക്കെ കൂടി വരുന്നതിൻ്റെ കാരണം ഓരോ ദിവസവും ഇപ്പം തന്നെ ഇപ്പോൾ ആസന്നമായ തിരഞ്ഞെടുപ്പ് ഇപ്പോൾ വരുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ വീതം വെക്കലാണ്. ജാതീയമായ, മതപരമായ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നോക്കുക. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഇപ്പോഴത്തെ അവരുടെ ഈ സീറ്റുകളുടെ വിഭജനത്തെക്കുറിച്ച് നമ്മൾ നോക്കുക. ഇക്വേഷൻ അനുസരിച്ചാണ് എല്ലാവരും എന്ന് പറയുന്നത്. BJP പോലും കാഞ്ഞിരപ്പള്ളിയിലെന്ന് പറയുന്നത് നിർത്തിയിരിക്കുന്ന നാരായണനെയല്ല, കാഞ്ഞിരപ്പള്ളിയിൽ നിർത്തിയിരിക്കുന്ന ഒരു ക്രിസ്ത്യൻ സമുദായത്തിലുള്ള ഒരു ആളെയാണ്. അതിൻ്റെ പേരിൽ ഒരാൾ രാജിവെക്കുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം തിരിച്ചു വന്നു. അപ്പം എല്ലാ രാഷ്ട്രീയ പാർട്ടി അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അതിന് കാരണമെന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല, അതിന് കാരണമെന്ന് പറയുന്നത് നമ്മളെപ്പോലെയുള്ള ആളുകളുടെ ചിന്താഗതിയാണ്. എൻ്റെ മതത്തിൽപ്പെട്ട ആൾ അവിടെ നിൽക്കണമെന്ന് BJP-കാരനല്ല ആഗ്രഹിക്കുന്നത്. എൻ്റെ മതത്തിൽപ്പെട്ട ആളവിടെ നിൽക്കണമെന്നുള്ളത് ക്രിസ്ത്യാനിയോ ഹിന്ദുവോ മുസ്ലിമോ ആണ് ആഗ്രഹിക്കുന്നത്. അപ്പം നമുക്കങ്ങനെ രാഷ്ട്രീയ പാർട്ടികളെ കുറ്റപ്പറയാൻ പറ്റും? ഈ ഇലക്ഷനിൽ ആരെങ്കിലും പ്രത്യേകിച്ച് ഇന്ന പാർട്ടി ജയിക്കണമെന്ന് സ്വാമിക്കൊരു ആഗ്രഹമുണ്ടാകും? അങ്ങനെ നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ ഉണ്ടാകാം. ഇപ്പോൾ പല രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലുണ്ടാകാം. അതിപ്പോൾ തുറന്ന് പറയാനും പറ്റത്തില്ല. കാരണം എന്ന് പറയുന്നത് നമ്മുടെ കാലക്കേട്.
നമ്മുടെ കാലക്കേടം കാണും. ഇനി വേറെ ആരെങ്കിലും ജയിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഏരിയ ചെല്ലാൻ പറ്റത്തില്ല. പ്രത്യേകിച്ചും ഭരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ പ്രത്യേകിച്ചും എന്ന് പറയുന്ന അധികാരത്തിലിരിക്കുന്ന ആളുകൾ, അവിടെ ചില സ്വാർത്ഥത ഇല്ല എന്ന് പറയാനും സാധിക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഇന്നത്തെ കാലത്ത് ജീവിക്കണമെന്നുണ്ട് എങ്കിൽ ഈ നിൽക്കുന്ന ഈ ശാസനങ്ങളെ ഒന്നുകിൽ അതിനോട് സമരസപ്പെട്ടോ, അല്ലെങ്കിൽ ഒന്നും മിണ്ടാതെ, അല്ലെങ്കിൽ നിഷ്പക്ഷമായി. നല്ല സഖാവായ ഒരു സ്വാമി ഉണ്ടല്ലോ, സന്ദീപാനന്ദഗിരി. നല്ല സഖാവാണ് അദ്ദേഹം. മറ്റേ നമ്മുടെ അടുത്ത സുഹൃത്താണ്. നമ്മൾ ഒരുമിച്ച് പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്? ഇല്ല, ഞാനിതുവരെ ഒരുമിച്ച് പങ്കെടുത്തിട്ടില്ല. അല്ലേ? സ്വാമി പക്ഷേ പ്രത്യക്ഷത്തിൽ രാഷ്ട്രീയം പറയുന്ന ആളാണ്. ഈ പ്രത്യക്ഷത്തിൽ രാഷ്ട്രീയം പറയുന്ന ആളുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് പറഞ്ഞത് എന്തുകൊണ്ട് അദ്ദേഹം പ്രത്യക്ഷത്തിൽ അതുപോലെയുള്ള രാഷ്ട്രീയ നിലപാടെടുക്കുമ്പോൾ നമുക്കൊക്കെ വിഷമം വരുന്നു എന്ന് പറയുന്നത് എന്താണ്? അദ്ദേഹം ഇരിക്കുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങളെ ലോകത്ത് പ്രാവർത്തികമാക്കുവാൻ കഴിയുന്ന അല്ലെങ്കിൽ കഴിയേണ്ടുന്ന ഒരു സംഘടനയുടെ തലപ്പത്താണ്. അപ്പോൾ അദ്ദേഹം രാഷ്ട്രീയം പറഞ്ഞാൽ കുഴപ്പമില്ല. അദ്ദേഹം നേരത്തെ പറഞ്ഞ മതവൈരുദ്ധ്യങ്ങളോ ഏതെങ്കിലും മതങ്ങളെ പ്രത്യേകമായി ടാർഗറ്റ് ചെയ്തോ പറഞ്ഞാൽ നമുക്ക് വേദനയുണ്ടാക്കും. അതുപോലെ നേരത്തെ നമ്മൾ ഇനി സ്വാമി അതൊന്നും ഈ പരത്തി പറഞ്ഞ് ശരിയായിട്ടുള്ള ഉത്തരം പറയാതിരിക്കാൻ വേണ്ടി ഇനി ഒത്തിരി പറയണ്ട. ഞാൻ ചോദിച്ചത് ആരാണ് അധികാരത്തിൽ വരുന്നതാണ് സ്വാമിക്ക് ഇഷ്ടം എന്ന് ചോദിച്ചപ്പോൾ അത് പറയാൻ താല്പര്യമില്ല. അത് പക്ഷേ ഞാൻ പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞ സന്ദീപാനന്ദഗിരിയെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഒരു സന്യാസി പറയേണ്ട കാര്യമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ശരി, ഓക്കെ. താങ്കൾ എന്നോട് ചോദിച്ചല്ലോ, ശിവഗിരിയുടെ പ്രസിഡന്റ് രാഷ്ട്രീയം പറയാൻ പാടില്ല എന്ന് താങ്കൾ പറഞ്ഞല്ലോ. സന്യാസിമാരാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയം മാത്രമല്ല, വിദ്വേഷവും പറയുന്നത്. എന്തോരം വിദ്വേഷം പറയുന്നത്. ഉത്തർപ്രദേശ് ഭരിക്കുന്ന ആളെന്ന് പറയുന്നത് ഒരു സന്യാസിയാണ്. യോഗി എന്ന് പറയുന്നത് യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന ഒരു സന്യാസിയാണ്. അപ്പം സന്യാസിമാർ രാഷ്ട്രീയം പറയുന്നില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ഞാൻ പറഞ്ഞത് കേരളത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ. എന്നാ മുഖ്യമന്ത്രി ആരെങ്കിലും പ്രത്യേകിച്ച് പറയണമെന്ന് താല്പര്യമുണ്ട്? മുഖ്യമന്ത്രി ഈ പറയുന്ന പോലെ എന്താ പറയുക, മുഖ്യമന്ത്രി ആരും വന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ തൃപ്തനാണ്. കാരണം ഈ പറയുന്ന ഇപ്പം രമേശ് ചെന്നിത്തല 1, VD സതീശൻ 2, 1, 2, 3 അവർ വരുമെന്നുള്ള അർത്ഥത്തില്ല. പിണറായി വിജയൻ 3. ഇവരാണല്ലോ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിമാരായിട്ട് വരാനായിട്ട് നമ്മൾ ഇരിക്കേണ്ടത്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് അല്ലാതാരും വരത്തില്ലേ? അല്ലാതെ എന്ന് പറയുന്നത് ഇപ്പൊ KC വേണുഗോപാൽ വരുമെന്നൊക്കെ പറഞ്ഞു. നമ്മുടെ ഇവിടുത്തെ MP ആണ്, എൻ്റെ നാട്ടിലെ MP ആണ് അദ്ദേഹം. വളരെ വലിയ സൗഹൃദമുള്ള ആളാണ്. അദ്ദേഹം വരുമെന്നൊക്കെ പറയുന്ന ഒരു ചർച്ചയുണ്ടായിരുന്നു. അദ്ദേഹം വരുന്നില്ല, അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ആര് മുഖ്യമന്ത്രിയായിട്ട് വന്നാലും നമ്മൾ അവരുടെ കൂട്ടത്തിൽ എന്ന് പറയുന്ന ആ സൗഹൃദത്തോടു കൂടിയിട്ടുണ്ടാവും. അതെ, ഞാൻ തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ താങ്കളുടെ അഭിപ്രായത്തിൽ ആരായിരിക്കും മുഖ്യമന്ത്രിയായിട്ട് വരും? അല്ല, അത് സ്വാമിജി പറയാത്തിടത്തോളം പിന്നെ ഞാൻ പറയുന്നത് കേൾക്കാൻ ആർക്കും താല്പര്യം ഉണ്ടാവും. സ്വാമിജി പറയുന്നത് താങ്കളുടെ വീഡിയോസ് കാണുമ്പോ ആളുകൾക്ക് മനസ്സിലാവും. അങ്ങനെയല്ല, താങ്കളുടെ നിഷ്പക്ഷതയാണ് താങ്കൾ ഇത് ചെയ്യുന്നത്. താങ്കൾ ഈ പറയുന്നത് എന്നാലും എന്റെ രാഷ്ട്രീയ നിലപാട് ഒരുപക്ഷെ കാണുന്നവർക്കൊക്കെ ആളുകൾക്ക് ബോധ്യപ്പെടുന്നോണ്ട്. പക്ഷെ സ്വാമി അങ്ങനെ പോലും ഒരു ഫ്രെയിമിൽ വരുന്നില്ല. അതായത് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപാര അഭ്യാസിക്ക് മാത്രമേ അത് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് ഇത് വരുത്താൻ വേണ്ടി. അതുകൊണ്ടാണല്ലോ എല്ലാരും നമ്മളെ വിളിക്കുന്നത്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കിക്കാണുന്ന ആളെന്നുള്ള നിലയിൽ അങ്ങയുടെ അവസാനമായി ഒരു ചോദ്യം കൂടെ ചോദിച്ച് നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയുന്നത്. അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നിപ്പോൾ ഒരു യുദ്ധം നടക്കുകയാണ്. ഒരു രാജ്യത്തിന് മേൽ വേറൊരു രാജ്യം കയറി യുദ്ധം ചെയ്യുന്നു. കുറേ നിരപരാധികളായ ഫലസ്തീനികൾക്ക് മേൽ ഇതെല്ലാമുള്ള ഇസ്രയേലും ഇതുപോലെയുള്ള ആളുകൾ കയറി ആക്രമിക്കുന്നു. ഇത്തരം ഈ അനീതികളെ ഇപ്പം അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ
രാഷ്ട്രീയത്തിലോ നിലനിൽപ്പിൻ്റെ സംഗതികളോ പലതും പറഞ്ഞു പോകുമ്പോൾ നമ്മൾ ചിലപ്പം ജീവിക്കുന്ന സമൂഹം ചുറ്റുപാടുകളൊക്കെ നോക്കി പറയേണ്ടി വരുമെങ്കിലും ഇത്തരം അധിനിവേശങ്ങളെ, ഇത്തരം മനുഷ്യത്വരഹിതമായ വംശഹത്യാപരമായ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന, ആക്രമിക്കുന്ന ഇത്തരം സംഗതികളെ പേര് പറഞ്ഞു തന്നെ അപലപിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും. ഞാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു കോട്ട് ഫേസ്ബുക്കിലിട്ടായിരുന്നു. അതായത് പരസ്പരം അറിയാത്ത, പരസ്പരം കാണാത്ത ചെറുപ്പക്കാർ, പരസ്പരം അറിയുന്ന, പരസ്പരം വെറുക്കുന്ന മുതിർന്ന ആളുകളാൽ മരിക്കപ്പെടുന്നു. അതാണ് യുദ്ധം. ഇത് തീരുമാനിക്കുന്നത് മുതിർന്ന ആളുകൾ അമേരിക്കയിലിരുന്ന്, ഇറാനിലിരുന്ന്, അല്ലെങ്കിൽ വേറെ ഇസ്രയേലിലിരുന്നിട്ടാണ് മുതിർന്ന ആളുകൾ തീരുമാനിക്കുന്നു. യുദ്ധത്തിൽ മരിക്കുന്നതെന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള ചെറുപ്പക്കാർ. അങ്ങനെയുള്ളവരിൽ യുദ്ധത്തിനെടുക്കും. പ്രായമായ ആളുകളെ ആരും യുദ്ധത്തിനെടുക്കത്തില്ലല്ലോ. അതുപോലെ കുഞ്ഞുങ്ങൾ. ഒരു മാസത്തിന് മുമ്പ് പാലസ്തീൻ്റെ അംബാസിഡർ തിരുവനന്തപുരത്തൊരു പരിപാടിക്ക് വന്ന സമയത്ത് അദ്ദേഹം ആശുപത്രി വന്നിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഓണർ ചെയ്ത് അവിടെ വെച്ച്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തൻ്റെ 13ാമത്തെ വയസ്സിൽ അദ്ദേഹം സ്കൂളിൽ എവിടെയോ പോയിട്ട് വരുന്ന സമയത്ത്, പഠിക്കാൻ പോയിട്ട് വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ 10-40ഓളം ആളുകൾ ഏതോ ഒരു ബോംബ് വീണിട്ടെന്ന് പറയുമ്പോഴത്തേക്ക് അവരെല്ലാവരും മരിച്ചു, അനാഥനായിട്ട് ജീവിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെന്ന് പറയുന്നത്, ഇന്ന് നമ്മൾ TV തുറന്നു നോക്കിയാൽ ഇറാനെതിരെ നടക്കുന്ന കാര്യങ്ങൾ, ഇറാൻ അതിനകത്തുനിന്നും ഇത് ചെയ്തിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് പ്രയോഗിക്കുന്ന കാര്യങ്ങൾ, ഇറാനിൽ നടത്തുന്ന യുദ്ധവെറിയുടെ ചിത്രം, അത് ഭയാനകമാണ്. എത്ര ഒരു 10 നേതാക്കന്മാരെയാണ് ഞാൻ ഇന്ന് നോക്കിയ സമയത്ത് എല്ലാവരെയും കൊന്നു. ഇനി ആരെയും കൊല്ലും, ഇനി കൊല്ലാൻ ആരുമില്ല. അപ്പോൾ മറ്റുള്ള രാജ്യത്തിലെ ആളുകളൊക്കെ നേതാക്കന്മാരെ പേടിച്ചിരിക്കുകയാണ്, ഈ അമേരിക്ക ഇനി നമ്മളെ തട്ടുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത്രയും ഹീനമായ രീതിയിൽ, കിരാതമായ രീതിയിൽ, മനുഷ്യത്വരഹിതമായ രീതിയിലുള്ള ബോംബ് വർഷങ്ങൾ, യുദ്ധങ്ങൾ, ഈ പറയുന്ന മിസൈൽ ആക്രമണങ്ങൾ എല്ലാം എന്ന് പറയുന്നത് നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെയൊക്കെ തകർക്കപ്പെടുന്നത് ഈ പറയുന്ന ഒരു നാഗരികത അല്ലെങ്കിൽ ഒരു സംസ്കാരം, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ, കുട്ടികൾ, സകലതും എന്ന് പറയുന്നത് ജീവഹാനി സംഭവിക്കുന്നു, എല്ലാം തച്ചുടയ്ക്കപ്പെടുന്നു. യുദ്ധമെന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കുവാൻ കഴിയുന്ന കാര്യമല്ല. യുദ്ധത്തെ എന്ന് പറയുന്നത് ഏറ്റവും ശക്തമായി അപലപിക്കുവാൻ, നമ്മൾ ചേരിചേര നയം, നമ്മുടെ രാജ്യവും ജവഹർലാൽ നെഹ്റു തന്നെ ഉണ്ടാക്കിയ കാര്യങ്ങൾ, അതൊന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ടെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യം, പ്രത്യേകിച്ച് അമേരിക്ക അങ്ങനെയുള്ള രാജ്യങ്ങളോട് പലതരത്തിലും, വ്യാപാരത്തിലാണെങ്കിലും മറ്റ് നയപരമായ കാര്യങ്ങളിലാണെങ്കിലും നമ്മുടെ രാജ്യം അങ്ങനെയുള്ള രാജ്യങ്ങളോടൊക്കെ ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെയും അവർ ചെയ്യുന്ന കാര്യങ്ങളെ അതിൻ്റേതായിട്ടുള്ള നിലയിൽ അപലപിച്ചുകൊണ്ട്, ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിനൊരു ഏതോ ഒരു ലേഡി, ഒരു ലേഡിയല്ല, ഒരാൾ പറയുകയുണ്ടായി, ഒരു അംബാസിഡർ, എന്തോ ഒരു നയതന്ത്ര ഉദ്യോഗസ്ഥനാണെന്ന് തോന്നുന്നു, മുൻ വിരമിച്ച ഒരാളാണ്. ഇന്ത്യ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ഫോൺ കോൾ കൊണ്ട് ഈ യുദ്ധം നിർത്താൻ സാധിക്കും. പക്ഷേ ഇന്ത്യ വിചാരിക്കണം. ഇന്ത്യ എന്തുകൊണ്ട് വിചാരിക്കുന്നില്ല? അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടെന്ന് പറയുന്നത്, ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നാമാവിശേഷമായിക്കൊണ്ടിരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള, കുഞ്ഞുങ്ങളായിട്ടുള്ള, സ്ത്രീകളായിട്ടുള്ള മനുഷ്യ സമൂഹത്തെ ഇല്ലായ്മ ചെയ്യുന്നത് എന്തിൻ്റെ പേരിലാണെങ്കിൽ തന്നെയും അതിനെ ശക്തമായി അപലപിക്കുവാൻ നമ്മളുടെ രാജ്യം ഉൾപ്പെടെയുള്ള ആളുകളെന്ന് പറയുന്നത് തയ്യാറാകണമെന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാം പറഞ്ഞു സ്വാമിജി. പക്ഷേ ആ പറയുമ്പോഴും പറയേണ്ടത് എത്രയെന്നും പറയേണ്ടത് എന്താണെന്നും കൃത്യതയുണ്ട് സ്വാമിജിക്ക്. എന്ന് മാത്രമല്ല, ഈ വർത്തമാനകാലത്ത് എല്ലാം പക്ഷം ചേർന്ന് വിദ്വേഷവും വെറുപ്പും പറയുന്നതിലൂടെ അവരവർക്കെന്തെങ്കിലും കിട്ടുന്നതിൻ്റെ ആ ഒരു പങ്കിൻ്റെ വലിപ്പം തേടി അലയുന്ന കാലത്ത് സ്വാമി ധരിച്ചിരിക്കുന്നത് പോലത്തെയുള്ള വസ്ത്രങ്ങളൊക്കെയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ആണെങ്കിലും പലപ്പോഴും ഒറ്റപ്പെട്ടെങ്കിലും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഒക്കെ രൂപങ്ങളായി മാറുന്ന കാലത്ത് ചേർന്നിരുന്ന് ഇങ്ങനെ പറഞ്ഞ് ചിരിക്കാൻ കഴിയുന്നതെങ്കിലും ഈ നാടിൻ്റെ ഒരു പുണ്യവും ഒരു സന്തോഷമാണ്. അത് നമുക്ക് കെടാതെ സൂക്ഷിക്കാം. നന്ദി.